മത്സരയോട്ടത്തിലോ കോൺഗ്രസിൽ നേതാക്കൾ മുഖ്യമന്ത്രിയാവാൻ എന്നുള്ളതാണ് ഇന്ന് മീറ്റ് ദി എഡിറ്റേഴ്സിലെ ചോദ്യം. കോൺഗ്രസിൽ ഇത് സ്ഥിരം കാഴ്ചയാണ്. കോൺഗ്രസ് ഉണ്ടായ കാലം തൊട്ട് കെന്നഡി പറഞ്ഞതുപോലെ 1937 തുടങ്ങി, ഗാന്ധിജിയുടെ കാലം തുടങ്ങി. ഇത് കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും ചർച്ചകൾ അങ്ങനെയായിരുന്നു. കേരളത്തിൽ കർണാടകയിൽ നമ്മൾ കണ്ടതാണ്. കർണാടകയിൽ DK ശിവകുമാറാണ് കർണാടകയിലെ ഇലക്ഷൻ നയിച്ചത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? DK ശിവകുമാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി. അത് കോൺഗ്രസിൻ്റെ അങ്ങനെയാണ്. കോൺഗ്രസ് ഇത് AICC തീരുമാനിക്കും, അത് കേരളത്തിൽ നടപ്പിലാകും എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും സംഭവിക്കാനുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ AICC 2 നിരീക്ഷകരെ കേരളത്തിലേക്ക് വിടുകയും കേരളത്തിലെ MLA മാരുടെ, കാരണം ജനപ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടാണല്ലോ കണക്കാക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായി വന്നവരുടെ അഭിപ്രായം ചോദിച്ച് ആ അഭിപ്രായത്തിനനുസരിച്ച് AICC തീരുമാനം എടുക്കുകയും ആ AICC തീരുമാനം എടുക്കുന്ന ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുകയും ചെയ്യും. അതിപ്പോൾ VD സതീശനോട് ചോദിച്ചാൽ അത് തന്നെയാണ് പറയുക, രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അത് തന്നെയാണ് പറയുക, AK ആൻ്റണിയോട് ചോദിച്ചാൽ അത് തന്നെയാണ് പറയുക. AICC തീരുമാനിക്കും എന്നുള്ളതാണ്. ഇലക്ഷൻ്റെ മുൻപും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ആരാണ് എന്നുള്ളത് ഈ അന്ന് CPM ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണമായിരുന്നു. കേരളത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ 3 മുഖ്യമന്ത്രിമാരായിരിക്കും വരിക. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾക്കിടയിൽ വലിയ അടികളുണ്ടാവും. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് കോൺഗ്രസ് പറയണം എന്ന് പറഞ്ഞ സമയത്തും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഒന്നടങ്കം പറഞ്ഞത് അത് AICC തീരുമാനിക്കും എന്ന് തന്നെയാണ്. AICC തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇന്ന് 2 നിരീക്ഷകരെ വെക്കുകയും ആ നിരീക്ഷകരുടെ കാര്യങ്ങൾ നോക്കി അത് തീരുമാനമെടുത്ത് നാളെയോ മറ്റന്നാളോ AICC അറിയിക്കും. കേരളത്തിലെ ഇത്ര MLA മാർ അല്ലെങ്കിൽ ഇപ്പോൾ ജയിച്ചു വന്ന ജനപ്രതിനിധികൾ VD സതീശനെ ഇത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട്, KC വേണുഗോപാലിന് ഇത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട്, രമേശ് ചെന്നിത്തലേനെ ഇത്ര പേര് പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് വിചാരിക്കും. ഞാൻ വിചാരിക്കുന്നില്ല നേരെ AICC നിരീക്ഷകർ വന്നിട്ട് നിങ്ങൾ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ, നിങ്ങൾ VD സതീശനെ പിന്തുണയ്ക്കുന്നുണ്ടോ, നിങ്ങൾ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ ആരെ പിന്തുണയ്ക്കും എന്നേ ചോദിക്കുന്നുള്ളൂ. ഒരു പേരും ഇവരങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ സാധ്യതയില്ല. അവർ ഇങ്ങോട്ട് പറയുന്നതായിരിക്കുമല്ലോ പേര്. ജയിച്ചു വന്ന MLA മാർ ഓരോരുത്തരും ഇങ്ങോട്ട് പറയുന്നതായിരിക്കും പേര്. കേരളത്തിലെ ആർജവമുള്ള MLA മാരാണ് ഈ ജനങ്ങളുടെ ഔചിത്യത്തോടുകൂടി പറയാൻ ഉദ്ദേശിച്ച MLA മാരാണ് വന്നതെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾ VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പം അതിലൊരു റിസൾട്ട് കേന്ദ്രത്തിൽ എത്തുമെന്നുള്ളത്. അപ്പം ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ഇന്നയാൾ KC വേണുഗോപാലിനെ പേടിച്ചിട്ട് KC വേണുഗോപാലിൻ്റെ പേര് പറയും, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ പേടിച്ചിട്ട് രമേശ് ചെന്നിത്തലിൻ്റെ പേര് പറയും, VD സതീശനെ പേടിച്ച് VD സതീശൻ്റെ പേര് പറയുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അവർക്കിഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുടെ പേര് അവിടെ പറയും. ആ ആൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അധികം താമസിക്കാതെ തന്നെ. കാരണം ആ രീതിയിലൊരു പക്ഷേ ഞാൻ വേറൊരു സംഭവം കാണുന്നുണ്ട്. എന്താ അറിയോ, ജനപിന്തുണ എന്ന് പറയുന്നൊരു സാധനം എനിക്ക് മാത്രമാണ് ഉള്ളത് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഈ 3 നേതാക്കന്മാരും കാര്യമായി പണിയെടുക്കുന്നത് നമ്മൾ കാണുന്നത്. കേരളത്തിൻ്റെ പല ജില്ലകളിൽ KC വേണുഗോപാലിന് നല്ല ബലമുള്ള സ്ഥലങ്ങളിൽ ചെന്നാൽ KC വേണുഗോപാലിൻ്റെ ഫ്ലക്സ് കാണാം. രമേശ് ചെന്നിത്തലയ്ക്ക് ബലമുള്ള സ്ഥലങ്ങളിൽ പോയാൽ രമേശ് ചെന്നിത്തല ഫ്ലക്സ് കാണാം. VD സതീശൻ്റെ ബലമുള്ള സ്ഥലങ്ങളിൽ പോയാൽ അല്ലെങ്കിൽ അണികളുള്ള സ്ഥലത്ത് പോയാൽ VD സതീശൻ്റെ ഫ്ലക്സ് കാണാം. VD സതീശൻ്റെ പിടിപാടുള്ള സ്ഥലമായ എറണാകുളത്ത് വരുമ്പോൾ വലിയ ഘോഷയാത്ര കാണാം. രമേശ് ചെന്നിത്തലയ്ക്ക് പിടിപാടുള്ള ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ വലിയ ഘോഷയാത്ര കാണാം. KC വേണുഗോപാലിന് പിടിപാടുള്ള ഡൽഹിയിൽ കാണുമ്പോൾ അവിടെ വലിയ ഘോഷയാത്രയും സ്വീകരണവും കാണാം. ഇത് അവരവരുടെ ജനഹിതം അവർക്കൊപ്പമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ 3 പേരും ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പക്ഷേ ഞാൻ വിചാരിക്കുന്നതും നിങ്ങൾ വിചാരിക്കുന്നതും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും വിചാരിക്കും AICC തീരുമാനിക്കും എന്നുള്ളത് തന്നെ. അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അധികാരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ എവിടെയാണോ അധികാരം, ആരുടെ കയ്യിലാണോ അധികാരം ഉണ്ടാകുക അവിടേക്ക് എല്ലാ നേതാക്കന്മാരും ചുരുങ്ങുന്നതാണ് എക്കാലവും കണ്ടിട്ടുള്ളത്. അതിനകത്ത് വളരെ കുറച്ച് നേതാക്കന്മാർ മാത്രമായിരിക്കും പ്രതിപക്ഷത്ത് നിന്ന് ശക്തമായി അന്ന് A ഗ്രൂപ്പും I ഗ്രൂപ്പും ഉള്ള കാലത്താണെങ്കിൽ A ഗ്രൂപ്പ് KPCCയും അല്ലെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാകുകയും I ഗ്രൂപ്പ് സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായും A ഗ്രൂപ്പ് ഭരിക്കുകയും ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് രണ്ടായി നിൽക്കുകയും എന്തുണ്ടെങ്കിലും പ്രതിപക്ഷത്തെ പോലെയാണ്. കാരണം അവിടെ ഭരണപക്ഷം എന്തെങ്കിലും ചെയ്യുമ്പോൾ പ്രതിപക്ഷം സംസാരിക്കുന്ന പോലെയായിരിക്കും KPCCൻ്റെ ഭാഗത്തുള്ള സംസാരം. നമ്മൾ V സുധീരനൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയാണ് നമ്മൾ ബാർക്കോഴയൊക്കെ ഉണ്ടായത്, എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ അങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളൂ, മുന്നോട്ട് പോയുള്ളൂ. ആ സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കുറച്ചും കൂടെ
അധികാരത്തിൻ്റെ ഭാഗമാകുന്ന നേതാക്കന്മാരെയാണ് നമ്മൾ ഈ അടുത്ത കാലത്തായി കോൺഗ്രസിൽ കണ്ടുവരുന്നതും അധികാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരുടെ കൂടെയും സമം ചേരുന്ന ശൈലിയാണ് കോൺഗ്രസിൽ ഇപ്പോൾ അടുത്ത കാലത്തായി കണ്ടുവരുന്നത്. അപ്പം അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ആ ശൈലിയിലേക്ക് ഒരു മാറ്റം അടുത്ത കാലത്ത് പെട്ടെന്നൊന്നും ഇനി കോൺഗ്രസ് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് നാളെ വരുന്ന ACCൻ്റെ തീരുമാനം, നാളെ വരുന്ന നിരീക്ഷകരുടെ തീരുമാനം തിരിച്ച് ഡൽഹിയിൽ ചെന്ന് പറഞ്ഞ് അടുത്ത ദിവസം ഇവിടുത്തെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ ഡൽഹിയിലേക്ക് വിളിക്കും. രമേശ് ചെന്നിത്തലയെ വിളിപ്പിക്കും, VD സതീശനെ വിളിപ്പിക്കും, KC വേണുഗോപാലിനെ വിളിപ്പിക്കും, ഇവിടുന്ന് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വിളിപ്പിക്കും. എന്നിട്ട് ഇവരോട് ചർച്ച നടത്തിയിട്ട് ഒരാളുടെ പേര് അവിടെ പ്രഖ്യാപിക്കും. അഭിപ്രായ വ്യത്യാസത്തോടെ ഒരു അഭിപ്രായ വ്യത്യാസം ചിലപ്പോൾ പ്രകടമാക്കും, ചിലപ്പോൾ പ്രകടമാക്കില്ല, ചിലപ്പോൾ ഞാൻ മാറി നിൽക്കുമെന്ന് പറയും, ചിലപ്പോൾ മാറി നിൽക്കില്ല എന്ന് പറയും. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. കോൺഗ്രസ് ആയതുകൊണ്ട് ഏത് രീതിയിലാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നമുക്കറിയാൻ കഴിയത്തില്ല. ആ രീതി അത് കാണുക എന്നുള്ളതല്ലാതെ നമുക്കിപ്പം ഇന്നയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അറിയാം എന്നുള്ളത്. ഈ സമരം നടത്തുന്ന നേതാക്കന്മാർക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഞാൻ മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർക്ക് വരെ ആരായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നുള്ളതിന് 80% ധാരണയുണ്ടാവും. പക്ഷേ എങ്കിലും ഒരു ഫൈനൽ ശ്രമം എന്നുള്ള നിലയിലേക്ക് അവർ ശ്രമം നടത്തുന്നു എന്നുള്ളത് മാത്രം. അതിനേക്കാൾ അപ്പുറം ഇതിനെ കാണേണ്ടതില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മത്സരം ഓട്ടം എന്നുള്ളത് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം മത്സര ഓട്ടത്തിനുണ്ടെങ്കിൽ ഒരു മത്സര ഓട്ടത്തിന് വലിയ ഗ്രൂപ്പ് എല്ലാ ഭാഗത്തിനെയും കൂടെ വേണമല്ലോ. അങ്ങനെ ഗ്രൂപ്പ് കാര്യമായിട്ട് എല്ലാവരെയും ഭാഗത്തില്ല. കുറച്ച് ആൾക്കാരുടെ കൂടെ വലിയ ഗ്രൂപ്പുണ്ട്, അവർ നന്നായിട്ട് ഓടുന്നുണ്ട്, ആ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ അപ്പുറം ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇടതുപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു പകച്ചു നിൽക്കൽ CPM-ൻ്റെ ഭാഗത്ത് കാണുന്നുണ്ട്. ഒരു കാര്യം CPM അണികൾ മനസ്സിലാക്കേണ്ടത് 2016-ൽ 2011 തുടങ്ങി 2016 വരെ കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ പരാജയപ്പെട്ടപ്പോൾ 49 സീറ്റിലേക്കാണ് പോയത്, അല്ലേ? 49 സീറ്റിലേക്കാണ് പോയത്. അന്ന് വലിയ രീതിയിൽ ആ ഭരിച്ച സർക്കാരിനെതിരെ നേതാക്കന്മാർക്കും അതിലെ അണികൾക്കെതിരെ വലിയ ശക്തമായ വികാരം വന്നു. ഇവർ വളരെ മോശമായിട്ട് ഭരിച്ചതുകൊണ്ടാണ് 2046 തുടർ ഭരണം നമുക്ക് കിട്ടേണ്ടതായിരുന്നു, കിട്ടിയില്ല, നമ്മൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്തു, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തു, നമ്മൾ കാലുവാരി പീഡന കേസിൻ്റെ ചോർത്തിയത് നമ്മൾ ഉള്ളിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ആരോപണം വന്നു. 49 സീറ്റിലേക്ക് കുറഞ്ഞു. 49 സീറ്റിലേക്ക് UDF മൊത്തത്തിൽ പറഞ്ഞു 21 സീറ്റിലേക്കോ 20 സീറ്റിലേക്ക് അങ്ങോട്ട് വന്നു. കോൺഗ്രസ് മാത്രം വന്നു. വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് വന്നത്. അവിടെ തിരിച്ചടി വന്ന സമയത്തും ഇതുപോലെ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് അന്ന് നമ്മളെല്ലാവരും പറഞ്ഞത് എന്താണ്? നമ്മളെല്ലാവരും പറഞ്ഞത് BJP-യിലേക്ക് പോവുകയാണ്, കേരളത്തിൽ BJP വളരാൻ പോവുകയാണെന്നുള്ള രീതിയിലേക്ക് എല്ലാ സംവിധാനം വന്നു. ഒന്നും സംഭവിച്ചില്ല. 2021 തുടർഭരണം വന്നു. എന്തെങ്കിലും സംഭവിച്ചോ? ഇതേപോലെ തന്നെ 41 സീറ്റിലേക്ക് വന്നു. ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ പരാജയം എന്ന് പറയുന്ന സാധനം, ഇനി ഒരു വിജയം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെയും സഹായിച്ചവരെയും സപ്പോർട്ട് ചെയ്തവരെയും കൂടെ നിൽക്കുന്നവരെയും എല്ലാം തള്ളിപ്പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ഈ പറയുന്ന സംവിധാനത്തെ തകർത്ത് കളഞ്ഞിട്ട് നിങ്ങൾ പിന്നെ വേറെ എവിടെന്നെങ്കിലും ഒരു ആകാശത്ത് ഒരു രക്ഷം വന്ന് നിങ്ങളെല്ലാം രക്ഷിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ മണ്ടത്തരം. നിങ്ങളുടെ കൂടെയുള്ളവർ തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പിണറായി വിജയൻ്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം വരുമ്പോഴത്തേക്കും വന്ന് ആക്രമിക്കുകയാണ്. അയ്യോ, ഇത് രക്ഷിക്കാൻ, കാരണം പരാജയപ്പെടുന്നവനെ വിജയിക്കാൻ കഴിയുള്ളൂ. പരാജയപ്പെട്ടവൻ്റെ വിഷമേ അവനെ തിരിച്ചു വരാനുള്ള ഊർജ്ജം ഉണ്ടാവുള്ളൂ. ആ ഊർജ്ജത്തിൽ നിന്ന് കയറി വരാൻ കഴിയണം. അവിടെ ഏറ്റവും സീനിയറായ നേതാവുള്ള സമയത്ത് ജൂനിയറെ കൊണ്ടുവന്ന് നിർത്തി അതിനെ പിടിച്ചെടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനനുസരിച്ച് പറ്റിയ ആൾക്കാരെ കണ്ടെത്തി അതിനനുസരിച്ച് ഇപ്പം 2021 ഈ തോൽവി ഉണ്ടായിരുന്നു എന്തു പറഞ്ഞേനെ? 2021 കോവിഡിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ കോവിഡ് ഉണ്ടായിട്ടില്ല, നോർമൽ സമയമാണ്. കാരണം കേരളത്തിൻ്റെ ചരിത്രം അനുസരിച്ച് ഇന്ന് വരെ ഒരാൾക്ക് തുടർഭരണം കൊടുത്തിട്ടില്ല. 2021 തന്നെ തോൽക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ്? ഈ കോവിഡ്, കോവിഡ് വന്നും അതിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ്. വലിയ രീതിയിലുള്ള ഗുണം ജനങ്ങൾക്ക് കിട്ടി എന്നുള്ളതുകൊണ്ട് തുടർഭരണം വന്നുള്ളൂ. അന്ന് തോറ്റിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? നോർമൽ ഒറ്റ വാക്കിൽ അവസാനിച്ചേനെ. എന്താണ്? കേരളത്തിലെ ചരിത്രം അനുസരിച്ച് എല്ലാ വർഷവും 5 വർഷം മാറി കൊടുക്കുക എന്നുള്ളതാണ് എന്നെ അന്ന് പറയുള്ളായിരുന്നു. ഇന്ന് എന്ത് സംഭവിച്ചു? ഇന്ന് പറയുന്നത് 10 വർഷം തുടർഭരണമുണ്ട്, 15ാമത്തെ വർഷവും തുടർഭരണം കിട്ടണം എന്ന് വിചാരിക്കുന്നതിൽ നിന്നാണല്ലോ നമുക്ക് ഈ തോൽവിൻ്റെ ആഘാതം വലുതായിട്ട് കാണുന്നത്. അപ്പോൾ അതിനെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുക, എന്നിട്ട് ഒറ്റക്കെട്ടായി നിന്നിട്ട് സംവിധാനങ്ങളിൽ, കാരണം 5 വർഷം കഴിഞ്ഞിട്ട് ഇനി ആര് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് ഈ ടെൻഷൻ അടിക്കുന്നത് മുഴുവനും കേട്ടോ. 62 ലക്ഷത്തിലധികം അണികൾ കേരളത്തിലെ CPM-ന് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടുണ്ട്. 20 ലക്ഷത്തിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ പറയുന്നത് തകർന്ന് തരിപ്പണമായി 10, 30, 20 ലക്ഷം ആൾക്കാർ ഈ ശതമാനം വെച്ച് നോക്കുമ്പോൾ 21% കിട്ടിയിട്ടുള്ളൂ. മൊത്തം 37% കിട്ടിയുള്ളൂ എന്ന് പറയുന്നത് വെച്ച് നോക്കുന്നതിനേക്കാൾ അടക്ക് 1 കോടി ആൾക്ക് കിട്ടി, 1 കോടി UDF-ന് കിട്ടി, 80 ലക്ഷത്തോളം
LDF-നും കിട്ടി. ഏകദേശം 20-22 ലക്ഷത്തിൻ്റെ വ്യത്യാസം മാത്രമുണ്ട്. ഈ 22 ലക്ഷം ആൾക്കാരെ അവരും എന്ന് പറയുന്നത് പാർട്ടി കേഡർ മാത്രം ആയിക്കോണമെന്നില്ലല്ലോ. പൊതുജനങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ്. നിഷ്പക്ഷമായ 25% ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിങ്ങാണ്. അവർ ഏത് സ്ഥലത്തേക്കും വോട്ട് ചെയ്യും എന്നാണ് നമ്മൾ പണ്ട് കാലം തുടങ്ങി പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരാരുടെ കൂടെ നിൽക്കുന്നോ അവൻ കേരളം ഭരിക്കുമെന്നുള്ളതാണ്. ആ സ്വിങ് സംവിധാനത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് അടുത്ത പ്രാവശ്യം മുന്നോട്ട് വരാനുള്ള ശക്തമായ പ്രവർത്തനം വെച്ചിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതിനല്ലാതെ കുറ്റപ്പെടുത്തൽ കൊണ്ട് ഇതുകൊണ്ട് എന്തെങ്കിലും കാരണം വീഴ്ചയിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്നത്. എല്ലാ കാലത്തും ആര് വീണാലും അവൻ കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവൻ ആ കുറ്റപ്പെടുത്തലിനെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആ അതിജീവനത്തിൻ്റെ ഭാഗമാണെന്ന് ഈ പറയുന്ന കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പം 2021 രമേശ് ചെന്നിത്തലയ്ക്ക് ഈ അവസ്ഥയല്ലായിരുന്നോ? രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്താ? രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചത് മുഴുവൻ അബദ്ധമായതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയത്. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചില്ലേ? അദ്ദേഹം ഇന്ന് MLA ആയി തിരിച്ചു വന്നിട്ടില്ലേ? അദ്ദേഹം ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ചർച്ചയിൽ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് ഈ രമേശ് ചെന്നിത്തലയല്ലേ? അപ്പോൾ പരാജയത്തിൽ കണ്ട് പേടിക്കേണ്ട, വിജയത്തിലേക്ക് കുതിക്കാനുള്ള ഊർജ്ജം ഉണ്ടാക്കുക എന്നുള്ളതാണ്. Meet the editors.